ഇനി മറ്റൊരു വിഷയം, ശവം പാടില്ല എന്നാണല്ലോ. ആ ശവത്തിൻ്റെ തോല് അത് ഊറക്കിട്ടാൽ ശുദ്ധിയാകുമോ ഇല്ലേ, അതാണ് അടുത്ത ചർച്ച. വലാ യത്ഹുറു ജിൽദു മൈതത്തിൻ ബിദിബാഗിൻ വയുബാഹു ഇസ്തിഅമാലുഹു ബഅദ ദബ്ഗി ഫി യാബിസിൻ മിൻ ഹയവാനിൻ ത്വാഹിരിൻ ഫിൽ ഹയാത്ത്. അല്പം ദീർഘമായൊരു മസ്അലയാണത്. അതിൽ ഒരു ചത്ത ജീവി അതിൻ്റെ തോല് ഊറക്കിട്ട് ശുദ്ധിയാക്കുക കർമ്മശാസ്ത്രത്തിൽ പഴയകാലം മുതൽ ചർച്ചയുള്ളൊരു വിഷയമാണ്. നബിയുടെ കാലത്തെ പതിവുണ്ട്, ഹദീസിൽ അതിന് അനുവാദങ്ങൾ നൽകിയ സംഭവങ്ങൾ വന്നിട്ടുമുണ്ട്. അത് ഏതൊക്കെ മൃഗത്തിൻ്റെത് പറ്റും, ഏതൊക്കെ അവസ്ഥയിൽ പറ്റും, അതിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഷാഫി മതബ് പ്രകാരം നായയും പന്നിയും അല്ലാത്ത എല്ലാ മൃഗത്തിനെയും തോല് ഉറക്കിട്ടാൽ ശുദ്ധിയാകുന്നതാണ്. നായയും പന്നിയും ഉറക്കിട്ടാലും ശുദ്ധിയാവില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് പിരിഞ്ഞുണ്ടായതും. നായയും പന്നിയും അല്ലെങ്കിൽ നായയും പന്നിയും പിരിഞ്ഞുണ്ടായ ഒരു ജീവി, ഇപ്പം നായ പ്രസവിച്ചു ഒരു ആടുകുട്ടിയെ, എന്നാലും പറ്റൂല, അതാണ് പിരിഞ്ഞുണ്ടായത് പറഞ്ഞത്. അപ്പം അങ്ങനെ നായയോ പന്നിയോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിരിഞ്ഞുണ്ടായതോ ആയ ജീവിയുടേതാണെങ്കിൽ ശുദ്ധിയാവില്ല, അല്ലാത്തതൊക്കെ ശുദ്ധിയാകും. എന്നാൽ ഹംബലി മദ്ഹബിൽ അങ്ങനെ ശവത്തിൻ്റെ തോലൊന്നും ഊറക്കിട്ടാൽ ശുദ്ധിയാവുകയില്ല എന്നാണ്. ഒരു ശവത്തിൻ്റെ തോലും ഊറക്കിട്ടാൽ ശുദ്ധിയാവുക, കാരണം ശവം പാടില്ല എന്ന് പറഞ്ഞല്ലോ. ശവം പാടില്ല പറഞ്ഞുകൊണ്ട് പിന്നെ ആ ശവത്തെ തോലും ഒന്നും അതിന് പറ്റുകയില്ല എന്നാണ് ഹംബലി മദ്ഹബിലെ പ്രബലമായ ഒരു അഭിപ്രായം. പിന്നെ അതിൽ വരുന്ന വീക്ഷണ വ്യത്യാസങ്ങൾ, ജീവിതകാലത്ത് അറുത്തുകൊണ്ട് ഭക്ഷിക്കാൻ അനുവാദമുള്ളതും അല്ലാത്തതും വ്യത്യാസമുണ്ടോ? ഇപ്പം ആടിൻ്റെ തോല്, പശുവിൻ്റെ തോല് അതുപോലെ തന്നെയാണോ പൂച്ചയുടെ തോല്? ഇപ്പം പൂച്ച ഭക്ഷിക്കാൻ പറ്റില്ല, ആടിനെ ഭക്ഷിക്കാൻ പറ്റും. അപ്പോൾ ആടിൻ്റെ തോല് ശുദ്ധിയാക്കാം, എന്നാൽ പൂച്ചയുടെ തോല് ശുദ്ധിയാക്കാൻ പറ്റില്ല എന്നങ്ങനെ വ്യത്യാസം പറഞ്ഞവരുണ്ട്. ഇനി എല്ലാ തോല് മാത്രമാണോ, അതിന് എല്ല്, നാടി, നരമ്പ്, രോമങ്ങൾ, ഇതൊക്കെ ഈ ശവത്തിൻ്റെ ഹുക്കുമാണല്ലോ. അപ്പം ശവം എന്ന് പറഞ്ഞാൽ ഒരു മൃഗം ചത്താൽ ശവമായി. അപ്പം ആ ചത്ത മൃഗത്തിന് തോലെടുക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് പറഞ്ഞാൽ രോമം എടുക്കാൻ പറ്റുമോ? അതിന് എല്ല് ഉപയോഗിക്കാൻ പറ്റുമോ? അതിൻ്റെ നാടി നരമ്പ് ഉപയോഗിക്കാൻ പറ്റുമോ? അതിന് കൊഴുപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ? ഏതാണ് ഹറാം? അതായത് മാംസം ഭക്ഷിക്കലാണ് ഹറാമെങ്കിൽ ബാക്കിയൊക്കെ പറ്റുമല്ലോ. വലഹ്മ ഖിൻസീർ എന്നല്ല പറഞ്ഞു, പന്നിയുടെ മാംസം ഹറാമാകുന്നു. അപ്പം മാംസം അല്ലാത്തതോ? പന്നി മാംസം ഹറാം എന്ന് പറയുമ്പോൾ മാംസം അല്ലാത്ത ബാക്കിയൊക്കെ ഹലാലാകുമോ എന്ന് ചോദിക്കാമല്ലോ. അപ്പം ഹറാം, ശവം ഹറാം എന്ന് പറഞ്ഞാൽ ശവം എന്താണ് ഹറാം? ശവം ഭക്ഷിക്കലാണ് ഹറാം എങ്കിൽ ഭക്ഷിക്കുന്ന അല്ലാത്ത ആവശ്യങ്ങൾക്ക് ശവത്തിൻ്റെ വല്ലതും ഉപയോഗിക്കാമോ ഇല്ലേ? അവിടുന്നാണ് ഈ ചർച്ച വരുന്നത്. ഈ തോല് ഉപയോഗിക്കാമോ ഇല്ലേ, എല്ല് ഉപയോഗിക്കാമോ ഇല്ലേ എന്ന ചർച്ച വരുന്ന. അർത്ഥിനെ പറ്റില്ല, അടുത്ത ചർച്ച ഇല്ല. ചത്ത മൃഗത്തിൻ്റെ തോല് അത് ഊറക്കിട്ട് ശുദ്ധിയാക്കി ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ? അതിൻ്റെ പിന്നെ രോമങ്ങൾ, അതേപോലെ അതിൻ്റെ എല്ലുകൾ, നാടിനരമ്പുകൾ അതൊക്കെ ഉപയോഗിക്കാമോ ഇല്ലേ? അതിന് വല്ല ഇളവുമുണ്ടോ എന്നതാണ് ഇവിടുത്തെ ചർച്ച. തോൽപാത്രത്തിലാകാം, ഇന്നിപ്പോൾ അതിനേക്കാൾ വ്യാപകമായ ഉപയോഗമുണ്ട്. അന്നത്തെ കാലത്ത് ഉപയോഗിക്കൽ പാത്രത്തിന് ചെരുപ്പുണ്ടാക്കാനൊക്കെയാണ്. ചെരുപ്പുണ്ടാക്കാൻ ഉപയോഗിക്കും, പാത്രം ഉണ്ടാക്കാൻ ഉപയോഗിക്കും, അങ്ങനെയൊക്കെയുള്ള പല ആവശ്യങ്ങൾക്കാണ് അന്നത്തെ കാലത്ത് ഉപയോഗിക്കാറുള്ളത്. ഏത് ഇതിൽ ഒന്ന് പാത്രവുമായി ബന്ധമുള്ളവരെ ആ തോലോട് പാത്രം ഉണ്ടാക്കി, അപ്പോൾ ആ പാത്രം ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റൂലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ പാത്രം ഒന്നെടുത്താൽ ആ ഒന്നും ശരിയാകുമോ? അതൊക്കെ സ്വാഭാവികമായിട്ട് അവിടെ വരുന്നു. ഇനി പാത്രം തന്നെ ആയിക്കോളുന്നില്ല, അതിൻ്റെ എല്ലെടുത്ത ഒരാൾ ആ എല്ലോട് വെള്ളം കുടിച്ചാൽ ഉപയോഗിച്ചു, അത് പറ്റുമോ ഇല്ലേ? ഇങ്ങനെയുള്ള പലതും വരാം. ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി വ്യാപകമായ ഉപയോഗം എന്നൊക്കെ ഉണ്ട്. പോത്തിൻ്റെ നാടി നരമ്പ് മരുന്ന് ഉരുക്കിയിട്ട് നൂലാക്കി ഓപ്പറേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന നൂലൊക്കെ പതാകുന്നുണ്ട്. മനുഷ്യൻ്റെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തുന്നാൻ ഉപയോഗിക്കുന്ന നൂല് അതാണ്. അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ തുന്നെടുക്കാൻ പോകേണ്ട ആവശ്യമില്ലാത്തത്. പണ്ട് തുന്നിയാൽ പിന്നെ തുന്നെടുക്കാൻ പോകണം, ഇന്നത് വേണ്ട, അത് അലിഞ്ഞു പോവും. കാരണം പോത്തിൻ്റെ നരമ്പാണ് നൂലായിട്ട് വന്ന് നമ്മുടെ ശരീരത്തിൽ കയറി പോണത്. ഇപ്പോൾ കുറച്ച് പോത്തിൻ്റെ സ്വഭാവമൊക്കെ ഉണ്ടാവും മാത്രം ഓപ്പറേഷൻ കഴിഞ്ഞെന്നാൽ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഉപയോഗങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നു, അത് അനുവദനീയമാണോ അല്ലേ? പ്രധാനമായും ഈ അഭിപ്രായങ്ങൾ മൂന്നാക്കി തിരിക്കാം. ഒന്ന്, ഒരു മൃഗത്തിൻ്റെ തോലും ഊറക്കിട്ടപ്പോഴത്തേക്ക് ശുദ്ധിയാവുകയില്ല. അതാണ് ഹംബലി മദ്ഹബിലെ പ്രബലമായൊരു അഭിപ്രായം. എന്നാൽ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം, നായയും പന്നിയും ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും തോല് ഊറക്കിട്ടാൽ ശുദ്ധിയാകും എന്നാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. മൂന്നാമത് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ അഭിപ്രായം,
പിന്നെ ജീവനുള്ള കാലത്ത് പിന്നെ നജസല്ലാത്ത ജീവികൾ, ജീവനുള്ള കാലത്ത് നജസല്ലാത്ത, അതേപോലെ മാംസം കഴിക്കാൻ അനുവാദമുള്ളവൊക്കെ അതിൻ്റെ തോലുകളൊക്കെ ഊറക്കിട്ടാൽ ശുദ്ധിയാകും. തൊട്ടാൽ പ്രശ്നമില്ല, ജീവികൾ തൊട്ടാൽ പ്രശ്നമില്ല, നമ്മളടുത്ത് ഇടപഴകാൻ പ്രശ്നമില്ല. ഇപ്പം പൂച്ചടക്കം അതൊന്നും നമ്മളായിട്ട് ഇടപഴകി നമ്മുടെ മേത്ത് കൂടി കയറി മറിഞ്ഞ് പോണ ജീവിയാണ്. അത്തരം ജീവികളൊക്കെ ചത്താലും അതിന് തോല് ഊറക്കിട്ട് ശുദ്ധിയാക്കാം. അല്ലാത്തത് അങ്ങനെ ഊറക്കിട്ടാൽ ശുദ്ധിയാക്കാൻ പറ്റുകയില്ല. ഈ 3 അഭിപ്രായം പൊതുവെ കർമ്മശാസ്ത്രത്തിൽ ഈ വിഷയമായിട്ട് ഉണ്ട്. അപ്പം അതിൽ കൂടുതൽ പ്രബലമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് 3ാമത്തെ അഭിപ്രായമാണ്. അത് ജീവിതകാലത്ത് നമുക്ക് ഉപയോഗിക്കാനും ഇടപഴകാനും അനുവാദമുള്ള ഏത് ജീവിൻ്റെയും തോല് ഊറക്കിട്ടാൽ ശുദ്ധിയാകും. അതിന് മാംസം ഭക്ഷിക്കുന്ന ആയിക്കോളുന്നില്ല. മാംസം ഭക്ഷിക്കുന്നതാവട്ടെ അല്ലാത്തതാവട്ടെ, മാംസം ഭക്ഷിക്കാൻ പറ്റിയതുണ്ടാവും പറ്റാത്തതുണ്ടാവും, രണ്ടാണെങ്കിലും അത്തരം ജീവികളൊക്കെ ശുദ്ധി. അതാണ് പ്രബലമായ 1ാമത്തെ അഭിപ്രായം. 2ാമത്തെ അഭിപ്രായം ഷാഫി മദ്ഹബിലൊക്കെ പറഞ്ഞ നായും പന്നിയും ഒഴിച്ച് ബാക്കിയെല്ലാം തോല് ശുദ്ധിയാക്കാൻ പറ്റും എന്ന അഭിപ്രായമാണ്. എന്നാൽ ഹംബലി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം അത് പറ്റില്ല. എന്നാൽ ഹംബലി മദ്ഹബിൽ തന്നെ ചില പണ്ഡിതന്മാർ അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഏകോപിച്ച പല അഭിപ്രായമൊന്നുമല്ല. മറ്റു പല പണ്ഡിതന്മാരും അതിനെതിരായിട്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് പറയാൻ അവർക്ക് ചില ഹദീസുകളാണ് തെളിവ്. എന്താ ഹദീസ് അങ്ങനെ കിട്ടുമോ ഇല്ലേ, അതാണ് ഇപ്പോൾ ചർച്ചയിൽ ഒരു മർമ്മം. ഹദീസ് അവർക്ക് ഉണ്ട്, പക്ഷേ ആ ഹദീസ് അങ്ങനെ കിട്ടുമോ ഇല്ലേ എന്നതാണ് ചർച്ചയുടെ മർമ്മം. അതെ, ഇന്നിപ്പോൾ അതൊക്കെ ഉണ്ട്. ഇന്ന് പല രൂപത്തിൽ വരാം, വ്യത്യസ്ത രീതിയിൽ രൂപമാറ്റം. അതെ, രൂപമാറ്റം സംഭവിച്ചതൊക്കെയാണ് വരുന്നത്. അത് ചിലപ്പോൾ 40 വരെ വരും ചെയ്യാം, ചിലപ്പോൾ ഉറക്കിടാതെയും വരാം. അതെ, അവിടെ പോവാം. ഇപ്പം അസ്ലി ഹലാൽ എന്ന ബുക്കിൻ്റെ വേറെ വഴിയൊന്നും പോടെ. പിന്നെ അതിന് ഉപയോഗിക്കുന്നത് മറ്റൊരു മസലാണ്. ഉപയോഗിക്കുന്നത് എന്തിനൊക്കെ പറ്റും ഏതിനൊക്കെ പറ്റും അത് മറ്റൊരു വിഷയമാണ്. അത് തൊട്ടടുത്ത് വരും. എന്നാൽ ഇവിടെ 1ാമത്തെ അഭിപ്രായം വലായത്തുഹുറു, ശുദ്ധിയാവുക ഇല്ല. ജിൽദുമൈത്തത്തിൻ, ഒരു ശവത്തിൻ്റെയും തോല് ശുദ്ധിയാവുക ഇല്ല. ബിദിബാഹിൻ, ഊറക്കിടൽ കൊണ്ട് ഒരു ശവത്തിന് തോലും ശുദ്ധിയാവുകയില്ല. അപ്പം നമ്മളെ സാദുൽ മുസ്തഖനിയുടെ 1ാമത്തെ അഭിപ്രായമായി അദ്ദേഹം എടുത്തു കൊടുത്തതാണ്. ഊറക്കിട്ടാൽ ഒരു ശവത്തിന് തോലും ശുദ്ധിയാവുകയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഹംബലി മദ്ഹബിൽ അതാണ് പ്രബലമായ അഭിപ്രായം. അവിടെ ഹംബലി മദ്ഹബിലെ ഫിഖ് കിതാബാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നിലക്കാണ് അവരതിന് പറയുക. അതിനവർ ചില ഹദീസുകളൊക്കെ തെളിവായി കൊണ്ടുവരുന്നുമുണ്ട്. 1ാമത് ഖുർആൻ പറഞ്ഞ ഇല്ലായക്കുല മൈത്തൻ എന്ന് പറഞ്ഞ പൊതു പ്രയോഗം തന്നെ, ശവം പാടില്ല എന്നുള്ള പറഞ്ഞല്ലോ. അപ്പോൾ ശവം പാടില്ല എന്ന് പറഞ്ഞാൽ അതിൽ പെട്ട് ഇതൊക്കെ ശവം ഹറാമാണ്. അതുകൊണ്ട് ശവത്തിലുള്ള എല്ലാം ഹറാമായി കഴിഞ്ഞു. അവിടെ തോലാവട്ടെ അതായിട്ട് ബന്ധപ്പെട്ട് എന്താവട്ടെ അതൊക്കെ ഹറാം എന്നതിൽ വരും. പിന്നെ അവിടെ ഇനി ഹറാമായ സംഗതി നജസാകുമോ ഇല്ലേ, അത് അതിനൊരു ഉപയോഗമായ ചർച്ചയാണ്. ഒരു സംഗതി ഹറാം എന്ന് പറഞ്ഞാൽ ആ സംഗതി നജസാണ് എന്ന് അർത്ഥമുണ്ടോ ഇല്ലേ, ഇല്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. അവിടെ പ്രധാനമായും പറയാവുന്ന 3 തത്വങ്ങൾ ഇബ്നു സമീർ റഹ്മത്തുള്ളാഹിയൊക്കെ എണ്ണി പറയുന്നത് കാണാൻ പറ്റും. ഒന്ന്, ഹറാമായതെല്ലാം ഒരിക്കലും നജസല്ല. എല്ലാ ഹറാമും നജസല്ല, എന്നാൽ എല്ലാ നജസും ഹറാമാണ്. എല്ലാ ഹറാമും നജസല്ല, എല്ലാ നജസും ഹറാമാണ്. നജസായ സംഗതിയൊന്നും നമുക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല, അത് ഹറാമാണ്. കള്ള് നജസാണോ അല്ലേ എന്നത് ഒരു വ്യത്യാസമുണ്ട്. പിന്നെ പറഞ്ഞ എല്ലാ ഹലാലും ത്വാഹിറാണ്. അല്ലാഹ് ഹലാലാക്കിയ എല്ലാ സംഗതികളും ശുദ്ധിയുള്ളതാണ്. അല്ലാഹ് ഹറാമാക്കിയ എല്ലാ സംഗതിയും നജസാകുമോ? ഇല്ല. സംഗതി ഹറാമാണ്, ഉപയോഗിക്കാൻ പാടില്ല. അതോട് മാത്രം നജസായിക്കൊള്ളും എന്നില്ല, ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൂ. പക്ഷേ ആ സംഗതി നജസാവണം, നജസാവാം, ആവാതിരിക്കാം. ഹറാമാക്കിയ ഒറ്റക്കാലത്താൽ അത് നജസാണ് എന്ന് പറയാൻ പറ്റുകയില്ല എന്നാണ്. ഒരു ആട് ചത്തു, ആ ആട് നമുക്ക് തൊടാൻ പറ്റുമോ വെച്ചാൽ പറ്റുമല്ലോ. ഒരു ആട് ചത്ത തൊട്ടൂടെ, നജസാണെങ്കിൽ പറ്റുമല്ലോ. എന്നാൽ അത് തിന്നാൻ പറ്റുമോ വെച്ചാലോ പറ്റുകയുമില്ല. അപ്പം ഹറാമായി എന്ന ഒറ്റക്കാലത്താൽ ഒരു സംഗതി നജസാകണമെന്നില്ല. എന്നാൽ നജസായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് ഹറാമാണ്, ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. അത് ഐൻ നജസാണ്. നജസ് 2 തരം വരും. ഒന്ന് ഐൻ നജസ്, ആ വസ്തു തന്നെ നജസാണ്, അതായത് ശുദ്ധീകരിച്ചാൽ ശുദ്ധി ആവാത്തത്. ഒരു നായനെ നമ്മൾ എങ്ങനെ കൊണ്ടുപോയി കഴിയാലും നായ ശുദ്ധി ആവൂല, അത് ഐൻ നജസാണ്. മറ്റത് അസ്ൽ നജസല്ല, പിന്നെ നജസായി മാറുന്നു. അപ്പോൾ ശുദ്ധീകരിച്ചാൽ ആ നജസ് നീങ്ങിയാൽ അത് ത്വഹാറത്തിലേക്ക് തിരിച്ചു വരും.
അതിന് പിന്നെ വേറെ വിഷയം. സ്പർശിച്ചാൽ ഉള്ള വകുപ്പ് വേറെയാണ്. സ്പർശിക്കുക എന്നുള്ളത് വകുപ്പ് മാറി. അത് നായ എന്തെന്നുള്ളതല്ല, സ്പർശിച്ചാൽ പിന്നെ എന്തത്. ഞാൻ സ്പർശിക്കൽ തന്നെ എല്ലാ സ്പർശനും വരുമോ? വെള്ളത്തിൽ സ്പർശിച്ചാലാണോ, അതല്ല ഉണങ്ങിയ സ്പർശിച്ചാലോ, നടന്നു പോയാലോ, അത് വേറെ വകുപ്പ്, അത് വരും ഇൻഷാ അല്ലാഹ്.